പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ജൂലൈ 19 ഇട്ടൊരു വീഡിയോയുടെ അതേ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ദിനേശ് ഓഡിറ്റോറിയത്തിൽ കണ്ടൊരു കാഴ്ചയാണ് ആ പരിസരത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥയാണ്. കാരണം നമ്മളെപ്പോലുള്ള, അതായത് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാനുള്ള റോഡ് സൗകര്യം ഇവരെ പോലുള്ളവർ ഓരോരോ ഫങ്ഷൻസിന് വന്നിട്ട് ഓരോരോ ആൾക്കാർ ചെയ്യുന്നൊരു രീതിയാണ്. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിട്ട് ഇവരെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാം. ഇവർ കല്യാണത്തിന് വന്ന ആൾക്കാരാണ്. ഇത് കണ്ട, ഇത് കുറേ വാഹനങ്ങളുണ്ട്, ഒന്നോ രണ്ടോ എന്നല്ല, എണ്ണി തീരാൻ പറ്റാത്ത വാഹനങ്ങളുണ്ട്. പക്ഷെ ഇവരെ പോലുള്ളവരോട് ഞാൻ ചോദിക്കുന്നതെന്നറിയോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മുൻപന്തിയിലാക്കി മറ്റുള്ള ജനങ്ങളെയും കൂടി നിങ്ങൾ ബുദ്ധിമുട്ടിലാഴ്ത്തുമ്പോൾ അവരുടെ സമയത്തിനും വില കൽപ്പിക്കണം. നിങ്ങളെ സ്വാർത്ഥത മുതലെടുത്ത് നിങ്ങളെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് എന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഒരു പൊതുനിരയാണ്, റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമ്മളെപ്പോലുള്ളവർ പ്രതികരിച്ച് പറ്റൂ. കാരണം ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർ പ്രതികരിക്കണം. കാരണം ഈ ഒരു രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക്, അവരെ കാര്യങ്ങൾ, അവരെ സ്വാർത്ഥത, അവരെ കാര്യങ്ങൾ മൊത്തത്തിൽ മുതലെടുക്കുക, എന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്തിട്ട് എത്രയോ വാഹനങ്ങൾ, എത്രയോ കാറുകളുണ്ടെങ്കിൽ പാർക്ക് ചെയ്തതിന് എത്രയോ ടൈമിംഗ് ആണ് അവിടെ വേസ്റ്റ് ആകുന്നത്. എന്നെയും നിങ്ങളെയും പോലുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടിലാഴ്ചയാണ്. പിന്നെ ഇവരെ പോലുള്ളവർ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു രീതിയിലുള്ള മാർഗ തടസ്സങ്ങൾ, റോഡ് ഗതാഗതത്തിൻ്റെ മാർഗ തടസ്സങ്ങൾ